എടോ പണിക്കരെ, തനിക്കറിയാവല്ലോ എനിക്കൊരേ ഒരു മോളും ആവശ്യത്തിലേറെ ചുറ്റുപാടുമാ. അതെല്ലാം നോക്കിയും കണ്ടും നടത്താൻ പറ്റിയ ഒരു പയ്യനെയാ എനിക്ക് ആവശ്യം. പണമൊന്നും എനിക്ക് പ്രശ്നമല്ല. അതുകൊണ്ടാ ഞാൻ കൃഷ്ണൻകുട്ടിയെ തന്നെ പറയുന്നത്. കൃഷ്ണൻകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് എനിക്കറിയാവുന്നത് കൊണ്ടോ ഞാൻ ഈ ബന്ധത്തിന്റെ ദല്ലാളായത് കൊണ്ടോ പറയുകയല്ല. ഇത്രയും തങ്കപ്പെട്ടൊരു പയ്യനെ ഇക്കാലത്ത് കിട്ടില്ല. വളരെ ലളിതമായിട്ട് തുടങ്ങിയ ഒരു സ്റ്റുഡിയോയാ. ഇപ്പോ അവന്റെ സ്ഥിതി എന്താണെന്നറിയാവോ? കൃഷ്ണൻകുട്ടിയില്ലേ ഇവിടെ? ഇല്ല. എവിടെ കാണും? മണി 10 പതിപോലെ കോടതി കാണും. എടോ പണിക്കരെ, ഈ കോടതി കാണുമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തുവാ? ബിസിനസ്സുകാരാവുമ്പോ എത്ര കേസാ? കൈ കാശുള്ളവനല്ലേ കേസുണ്ടാവൂ. സാഹചര്യ തെളിവുകൾ കൊണ്ടും ഡോക്ടറുടെ മൊഴി കൊണ്ടും ഇതൊരു സാധാരണ മരണമാണെന്നും മരണം ഹൃദയാഘാതം കൊണ്ട് തന്നെയാണെന്നും ഈ കോടതിയിൽ സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ പ്രതി കുറ്റക്കാരനല്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പ്രതിയെ നിരുപാധികം വിട്ടയക്കാൻ ഈ കോടതി ഉത്തരവായിരിക്കുന്നു. അവൻ നന്നാകത്തില്ലടി. ഒരു കാര്യവുമില്ലാതെ വെറുതെ റോഡിൽ കിടന്ന ആ കിളവനെ ഇവനല്ലേ പിടിച്ച് സ്റ്റുഡിയോയ്ക്ക് അകത്ത് കയറ്റിയത്? പരോപകാരി ശ്രീബുദ്ധനല്ലേ? ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? കോട്ടയം ബസ് സ്റ്റാൻഡിനടുത്തുള്ള കട മുഴുവൻ കൃഷ്ണൻകുട്ടി ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത്. ഈ പോലീസ് കേസും കോടതി നോക്കിയായ പിന്നെ ആര് പെണ്ണു കൊടുക്കാനാ? പോടൂ. അവന് പെണ്ണും വേണ്ട, ഒരു പുലിയും വേണ്ട. ഇതാരെ ഇരിക്കണം? ഈ കേസ് കഴിഞ്ഞെന്ന് അറിഞ്ഞു. അടുത്ത കേസുകൾ വകയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ? അടുത്ത കേസ് നമ്മൾ തമ്മില. നമ്മൾ തമ്മിൽ എന്തോന്ന് കേസ്? ധാരണ ഉണ്ടെങ്കിലല്ലേ കേസുള്ളൂ. താനൊരു മനുഷ്യനാണോ? അതെ. ഞങ്ങൾക്കൊരു അപകടം വന്നപ്പോ താൻ ഞങ്ങളെ തള്ളി പറഞ്ഞില്ലേ? പോലീസ് ചോദിച്ചപ്പോ ഞങ്ങൾ സ്റ്റുഡിയോ വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. ഇനിയും പറയും. 71 തുടങ്ങിയതാ ഞാൻ ഫ്ലാഷ് സ്റ്റുഡിയോ. അതിന്റെ അന്തസ്സിന് വേണ്ടിയിട്ട് ഞാൻ ആരെയും താൻ കൈയൊഴിഞ്ഞു. ഇനി സഹകരിക്കാൻ ഞാൻ തയ്യാറല്ല. സഹകരിപ്പിക്കാൻ ഞാനും തയ്യാറല്ല. എന്നെ കാശറോ? ഏത് കാശ്? ബിസിനസ്സിൽ പാർട്ണറാക്കാന്നും പറഞ്ഞ താനെന്റെ 15,000 രൂപ എനിക്ക് ഇപ്പൊ കിട്ടണം. ആര് വാങ്ങിച്ചു? എപ്പോ വാങ്ങിച്ചു? എവിടെ വെച്ച് വാങ്ങിച്ചു? രേഖയുണ്ടോ? ഒരു ഐസ്ക്രീം കഴിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ എനിക്ക് എന്റെ പൈസ ഇപ്പൊ കിട്ടണം. അടുത്ത ക്രിമിനൽ കേസ് ഉണ്ടാക്കാതെ പോടാ. ഞാനിതുപോലെ കണ്ടതാ. എന്റെ സ്റ്റുഡിയോ കയറി പണി പിടിച്ചു പോരാ. ഞാൻ ഇപ്പൊ കാശ് അങ്ങോട്ട് തരണോ? നിനക്ക് ഏതായാലും കോടതി കയറി ശീലമായി. നീ പോയി കേസ് കൊടുക്ക്. നമുക്ക് കോടതി വെച്ച് കാണാം. ഡെഡ് ബോഡി എന്റെ സ്റ്റുഡിയോ കയറി നീയാ. ആ കളവന്റെ വീട്ടുകാർക്ക് ഞാൻ അത്ര കാശ് കൊടുത്തു അറിയാമോ നിനക്ക്? എന്നാ അവിടുത്തെ ഒരു ക്യാമറ ഞാൻ കൊണ്ടുപോകും. ആഹാ, താൻ കൊണ്ടുപോകും അല്ലേ? കൊണ്ടുപോകുന്നല്ല, കൊണ്ടുപോയി. ഞാൻ കേസ് കൊടുക്കും. താൻ കേസ് കൊടുക്കും. താൻ ആ ക്യാമറ ആരെ പറ്റിച്ചാണെന്ന് എനിക്കറിയാം. കേസ് കൊടുത്താൽ ആദ്യം താൻ കൊടുക്കും. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയമുള്ളവരെ, നമ്മുടെ നാടിന്റെ അഭിമാനം ക്ലിക്ക് സ്റ്റുഡിയോ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ക്ലിക്ക് സ്റ്റുഡിയോ. നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ ബാബു ജോസഫ് ഇന്ന് വൈകിട്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നു. ക്ലിക്ക് സ്റ്റുഡിയോ. ക്ലിക്കിലേക്ക് വരൂ, സുന്ദരന്മാരാകൂ, സുന്ദരികളാകൂ. ഈ സുവർണ അവസരം പാഴാക്കാതിരിക്കുക. ക്ലിക്ക് സ്റ്റുഡിയോ, ക്ലിക്ക് സ്റ്റുഡിയോ. ക്ലിക്ക് സ്റ്റുഡിയോ. കൃഷ്ണൻകുട്ടി മുതലാളി പറഞ്ഞു. കൃഷ്ണൻകുട്ടി മുതലാളിയോ? അവൻ എന്ന് മുതലാടാ മുതലാളിയായത്? അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് കാശ് തരുന്ന ഏത് നാറിയെയും ഞാൻ മുതലാളി എന്ന് വിളിക്കും. മുതലാളി പറഞ്ഞു ഒത്താൻ നിങ്ങൾ അവിടെ വരണമെന്നും ഒരു പ്രസംഗം ചെയ്യണമെന്നും. ഒത്താലല്ല, ഒക്കും. നിർബന്ധമായി ഞാൻ അവിടെ വരും, പ്രസംഗവും ചെയ്യും. എന്റെ മുതലാളിയോട് എന്ന് പറഞ്ഞേരെ.
നിങ്ങളവിടെ പോയി പ്രസംഗിച്ചാൽ നിങ്ങളുടെ വില പോവില്ലുള്ളൂ. എന്റെ വില കൂടും. പ്രസംഗിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, എന്ത് പ്രസംഗിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സദാനന്ദന കുമാരുടെ കയ്യിലൊന്നും ഒതുങ്ങത്തില്ലടോ. ഞാനവിടെ പോകും, അവന്റെ ചെലവിൽ അവന്റെ മൈക്കിലൂടെ എന്റെ ഫ്ലാഷ് സ്റ്റുഡിയോയെ കുറിച്ച് പ്രസംഗിക്കും. വാതുവരാതെ പ്രസംഗിക്കും. ക്ലിക്ക് ക്ലിക്ക് ക്ലിക്ക്. അവിടെ നിൽക്കുന്നവരാരും ഇലക്ട്രിക് പോസ്റ്റിൽ പിടിക്കരുത്, സൂക്ഷിക്കണം. സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഞാനൊരു പോലീസുകാരനാണ്. പ്രസംഗിച്ച് നല്ല വശമൊന്നുമില്ല. എന്നാൽ കൃഷ്ണൻകുട്ടി എനിക്ക് നന്നായി അറിയാം. ആ ചെറുപ്പക്കാരന്റെ കഠിനമായ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ സ്റ്റുഡിയോ. നിങ്ങൾ എല്ലാവരും സഹകരിക്കണം, സഹായിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഞാൻ ഈ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഒരു പ്രത്യേക അറിയിപ്പ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്നിവിടെ എടുക്കുന്ന എല്ലാ ഫോട്ടോകൾക്കും എൻലാർജ്മെന്റ് സൗജന്യമായിരിക്കും. അടുത്തതായി ആശംസാ പ്രസംഗത്തിന് വേണ്ടി ഞാൻ ശ്രീ സദാനന്ദനെ, ഫ്ലാഷ് സ്റ്റുഡിയോ ഫ്ലാഷ് സ്റ്റുഡിയോ സദാനന്ദനെ ക്ഷണിച്ചോളുന്നു. സുഹൃത്തുക്കളെ, ഇത് ഒരു സ്റ്റുഡിയോയേ അല്ല, ഇത് എന്റെ വീടാണ്. കാരണം ഞാനും കൃഷ്ണൻകുട്ടിയും ഗണേശനും ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ്. 1971 തീയതി 1971 ഞാൻ തുടങ്ങിയതാണ് ഫ്ലാഷ് സ്റ്റുഡിയോ. അത് ഫ്ലാഷ് ആണെങ്കിൽ ഇത് ക്ലിക്ക്, വെറും ഒരു ക്ലിക്ക്. കണ്ടോ ചേട്ടാ, അയാൾ ചേട്ടൻ വെച്ച് സംസാരിക്കുന്നത്. ഞാൻ എപ്പോഴാ പറഞ്ഞാടാ വിളിക്കണ്ടെന്ന്. കൃഷ്ണൻകുട്ടിക്കുണ്ടാകുന്ന എല്ലാ വളർച്ചയും തകർച്ചയുണ്ടായാൽ ആ തകർച്ചയും എനിക്ക് അവകാശപ്പെട്ടതാണ്. വെച്ചാൽ ഫ്ലാഷ് സ്റ്റുഡിയോയുടെ ഒരു ചെറിയ ബ്രാഞ്ച് മാത്രമാണ് ഈ ക്ലിക്ക് സ്റ്റുഡിയോ എന്ന് ഞാൻ എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ച്. എന്റെ ഈ സഹോദര സ്ഥാപനത്തിന് എന്റെ പേരിലും ഫ്ലാഷിന്റെ പേരിലും ഞാൻ എല്ലാ നന്മകളും നേരുകയാണ്. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിച്ചുകൊള്ളുന്നു. നമസ്കാരം. കൃഷ്ണൻകുട്ടി, വെറുതെ ആൾക്കാരെ കൊണ്ട് തിരക്കുണ്ടായിക്കാതെ പെട്ടെന്ന് ഫോട്ടോ എടുത്തു. ഞാൻ ഇറങ്ങട്ടെ. ഒരു ചായ കുടിച്ചിട്ട് പോകാം. വേണ്ട, താങ്ക്സ്. മാറിക്കേ മാറിക്കേ. ഒന്ന് എന്തിനാ തെള്ളുന്ന എങ്ങനെ? ആരും ബഹളമൊന്നും ഉണ്ടാക്കണ്ട, എല്ലാവരുടെയും ഫോട്ടോ എടുക്കാം. കുഴപ്പമില്ലോ. എന്താ ക്യാമറ ലെൻസ് കാണാനില്ല. ക്യാമറ ലെൻസ് കാണാനില്ലേ? കാണുന്നില്ല. എവിടെ പോയെന്ന്? പെട്ടെന്നാവട്ടെ, ആൾക്കാരെ തിരക്ക് കൂടും. ലെൻസ് എവിടെ പോയെന്നാ നീ പറയുന്നേ? ഞാൻ അപ്പോഴേ പറഞ്ഞ പാക്കനെ വിളിച്ച് ഞാൻ തൂപ്പിക്കരുന്നു. അവ ഏടാണോ നമുക്കിട്ട് വെച്ചിരിക്കുക. ചേട്ടാ, നമ്മളിപ്പോ എന്തോ ചെയ്യും? നമ്മൾ ഫോട്ടോ എടുക്കും. എന്താ കൃഷ്ണൻകുട്ടി? ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ്. പറയൂ. ആദ്യത്തെ ഫോട്ടോ ഈ മുഖത്തുനിന്ന് തന്നെ തുടങ്ങണം. അല്ല, എന്റെ മുഖത്തൊന്നും തുടങ്ങിയൊന്നും മോശമായിട്ടില്ല. ആ ഐശ്വര്യമാണ് ഞങ്ങൾക്ക് ഇപ്പൊ ആവശ്യം. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഭഗവാനെ രക്ഷിക്കണേ. സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണല്ലോ കൃഷ്ണൻകുട്ടി. ഉള്ള സൗകര്യത്തിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സാർ. കൃഷ്ണൻകുട്ടി ആകെ അങ്ങ് വേർതിരിക്കുന്നല്ലോ. ഇരിക്കണം സാർ. ഇരിക്കാം. എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, നാളെ തന്നെ ഫോട്ടോ തരണം. നാളെ ആക്കണ്ട, ഇന്ന് തന്നെ തന്നേക്കാം. ആ തല അല്പം ഒന്ന് ചരിച്ചു വെക്കണം. തലക്കനം കൂടിയതിന്റെ കുഴപ്പം അങ്ങനല്ല, അല്പം കൂടെ.
ഞങ്ങളുടെ ജീവിതം തൊലച്ചില്ലടാ. ശബ്ദിച്ചു വരുത്, ശബ്ദിച്ചു വരുത്. കൊന്നോളെ ഞാൻ പറഞ്ഞേക്കാം. ഞങ്ങളാ നാറി വെളിയില്. അല്ല സാറിപ്പോ എത്തിയുള്ളോ? ആ ഇരിക്കണം. അല്ല ഒന്ന് വെയിറ്റ് ചെയ്യണേ. ആ ഹലോ. ആ അയ്യോ ധൃതി വയ്ക്കല്ലേ, ഇപ്പൊ അറിയാം. ഒരു മിനിറ്റ്. അയ്യോ തോന്നല്ലേ, ഞങ്ങളൊക്കെ പാങ്ങളാണ്. ഒരു നാരങ്ങ വെച്ചാട്ടെ, ഒരു നാരങ്ങ. ആ ഹലോ, വന്നട്ടെ. എന്താ ചേട്ടാ ഉദ്ദേശം? ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, എങ്ങനെങ്കിലും ജീവിക്കുക. നേരം വെളുത്ത ആൾക്കാർ ഫോട്ടോയ്ക്ക് വരുമ്പോ നമ്മൾ എന്തോ പറയും? നേരം വെളുക്കട്ടെ, ആൾക്കാർ വരട്ടെ, അപ്പൊ സമാധാനം ഉണ്ടാവും. ഗണേശ, ഞാനോ നീയോ ഇന്നുവരെ ആരെയും ദ്രോഹിച്ചിട്ടില്ല. നമ്മുടെ നന്മയാണ് ബാക്കി എല്ലാരും മുതലെടുത്തത്. ഇനി ആ നന്മ വേണ്ടെന്ന് വെച്ചാ പോരെ. കക്കാനും പറ്റും ഗണേശ, നീക്കാൻ പിടിച്ചാ മതി. നീ ഈ കാശ് പിടി, 500 രൂപയുണ്ട്. എവിടെങ്കിലും പോയി മുങ്ങിക്കോ. എവിടെ മുങ്ങാൻ? ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും മുങ്ങാം. അപ്പൊ ചേട്ടനോ? ഞാനും മുങ്ങും. എന്നിട്ട് നമ്മൾ വീണ്ടും പൊങ്ങും. അപ്പോൾ കണ്ടുമുട്ടാം. അതൊക്കെ ശരിയേട്ടാ, രാവിലെ ഫോട്ടോയ്ക്ക് ആൾക്കാർ വരുമ്പം എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ബുദ്ധിമാനായ സദാനന്ദൻ തന്നെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ഇന്ന് തന്നെ നിർത്തേണ്ടി വന്നതിൽ ഖേദമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും ശ്രീ സദാനന്ദൻ പറഞ്ഞതുപോലെ ഇതിന്റെ മാതൃസ്ഥാപനമായ ഫ്ലാഷ് സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ തീർക്കേണ്ടതാണ്. ഇറങ്ങി വരാം. നിങ്ങൾ ഒരു കാര്യം പറഞ്ഞോട്ടെ. എടോ, നിങ്ങൾ എവിടെ ചെന്നാ ഫോട്ടോ എടുത്തെന്ന് വെച്ചാൽ അവിടെ ചെന്ന് ഫോട്ടോ വാങ്ങിക്കാൻ, അല്ലാണ്ട് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യം. പ്രസംഗിച്ചത് എല്ലാം നടപ്പിലാക്കിക്കൊള്ളുന്നുണ്ടോ എല്ലാവരും? എടീ, എന്റെ മോനായോണ്ട് ഞാൻ പറയല്ല. ഇന്നലെ അവന്റെ സ്റ്റുഡിയോയുടെ മുമ്പിൽ കണ്ട തിരക്ക് ഇതേപോലെ 1 മാസം തുടരുകയാണെങ്കിൽ അധികം താമസിയാതെ കോട്ടയത്തും എറണാകുളത്തും അവന് ബ്രാഞ്ച് തുടങ്ങേണ്ടി വരും. ഇങ്ങനൊക്കെ തന്നെയാ എല്ലാരും മുതലാളിമാരാകുന്നത്. മിണ്ടിപ്പോകരുത്. എത്ര തവണ നിങ്ങൾ നിങ്ങളുടെ വാക്കുകൊണ്ട് എന്റെ കുഞ്ഞിനെ പ്രാഗിയിട്ടുള്ളതാ. ഇപ്പൊ അവനൊരു ഗതി പിടിച്ചെന്ന് കണ്ടപ്പം ഒരു അവകാശവാദം. എടി, നീ നിന്റെ അണ്ണാക്ക് തുറക്കാതെ അവൻ കിടന്ന് തുടങ്ങട്ടെ. അല്ലെങ്കിൽ തന്നെ പാവം വന്നത് പാതിരായിക്കാം. മോനെ കൃഷ്ണൻകുട്ടി, എണീക്ക് മോനെ. വെളുപ്പിനെ 5 മണിക്ക് ഉണർത്തണമെന്നല്ലേ നീ പറഞ്ഞിരുന്നത്? ഇപ്പം മണി 7 ആയി. എത്ര മണി? 7 മണി. അയ്യോ, ഞാൻ എന്നെ വെളുപ്പിനെ വിളിച്ചോളന്ന് പറഞ്ഞല്ലേ? നേരം വെളുക്കുന്നതിന് മുമ്പ് ചെല്ലേണ്ടത് നേരം വിളിച്ചു പോയിട്ടായിരുള്ളത്. വെളുപ്പിനെ വിളിച്ചുണർത്തമെന്ന് പറഞ്ഞാൽ വെളുപ്പിനെ തന്നെ വിളിച്ചുണർത്തട്ടെ. ഉത്തരവാദപ്പെട്ടവർക്ക് സമയത്തിന് വരാം. അതെന്താ മനസ്സിലാക്കാത്തെ? മോനെ കാപ്പി. അയ്യോ, അമ്മ എനിക്ക് കാപ്പിയൊന്നും വേണ്ട. അങ്ങനെ പറയാതെ മക്കളെ, പാതിരാത്രി വരെ കുത്തി ഇരുന്ന് പണി ചെയ്യേണ്ടതല്ലേ. എന്താ ചൂട്? അമ്മയുടെയും അച്ഛന്റെ അറിവിലേക്ക് വേണ്ടി പറയാ, ഞാനിവിടെ വന്നതായിട്ടോ പോയതായിട്ടോ ആരോടും പറയരുത് എന്ന് പറഞ്ഞാ നീ ഇനി എന്നാ വരുന്നേ? ഞാൻ വരും. എന്റെ മോനെ. സമയം നന്നാവുമ്പം വരുന്ന മാറ്റമേ. എന്റെ മോന് വീട്ടിൽ നിന്ന് 1 ഗ്ലാസ് കാപ്പി കുടിക്കാൻ പോലും സാവകാശമില്ല. ഒരു മനുഷ്യൻ നിൽക്കുന്നത് കാണാൻ പാടില്ലടാ തെണ്ടികളെ.
എന്തായാലും അവനിവിടെ വന്നിട്ടുമില്ല പോയിട്ടുമില്ല. ഇവിടെ ആരും ഇല്ലേ? ആ നമസ്കാരം നമസ്കാരം. എന്താ ഇവിടെ ഇങ്ങനെ? കൃഷ്ണൻകുട്ടി ഇല്ലേ ഇവിടെ? അവരിവിടെ വന്നിട്ടുമില്ല പോയിട്ടുമില്ല എന്ന് പറഞ്ഞ എത്ര പേരെ പടവിട്ട് കൊടുത്താലാ അവനൊന്ന് ഇറങ്ങാൻ പറ്റിയ? ആരും അറിയാതെ ഞാനും ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ചെയ്ത ഒരു പ്രസംഗത്തിന് എന്റെ മോൻ ജീവിതകാലം മുഴുവനും കടപ്പെട്ടിരിക്കുന്നു. അയ്യോ, അല്ല ഈ കൈക്ക് ഇന്നലെ പ്രസംഗിച്ചപ്പോ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. പ്രസംഗിച്ചതിന് ശേഷമാ തുടങ്ങിയത്. കൃഷ്ണൻകുട്ടി വന്നാൽ ഞാനിവിടെ വന്നിട്ടില്ല പോയിട്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. ഞാൻ ഇനിയും വരും. അയ്യോ, ആ